103 പൂർത്തിയാക്കി. ഇനി 4 ഇന്ന് എടുക്കാം. ഓതുമ്പോ നമ്മൾ 102 മുതൽ ഓതി വെക്കുക. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون واعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا وكنتم على شفا حفرة من النار فأنقذكم منها كذلك يبين الله لكم آياته لعلكم تهتدون ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر وأولئك هم المفلحون ولا تكونوا كالذين تفرقوا واختلفوا من بعد ما جاءهم البينات وأولئك لهم عذاب عظيم ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر وأولئك هم المفلحون ولا تكونوا كالذين تفرقوا واختلفوا من بعد ما جاءهم البينات وأولئك لهم عذاب عظيم. നിങ്ങൾ ഒന്നായി അള്ളാഹുവിന്റെ പാശം മുറുകെ പിടിക്കുക, ഭിന്നിക്കരുത്. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഓർക്കുക. നിങ്ങൾ അന്യോന്യം ശത്രുക്കളായിരുന്നു. പിന്നെ അവൻ നിങ്ങളുടെ മനസ്സുകളെ പരസ്പരം കൂട്ടിയിണക്കി. അങ്ങനെ അവന്റെ അനുഗ്രഹത്താൽ നിങ്ങൾ സഹോദരങ്ങളായി തീർന്നു. നിങ്ങൾ തീക്കുണ്ഠത്തിന്റെ വക്കിലായി. ഉമ്മത്തുൻ, ഒരു ഉമ്മത്ത്. ഉമ്മത്ത് എന്താണെന്ന് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. ഉമ്മത്തും കൗമും തമ്മിലുള്ള വ്യത്യാസം വിശദീകരിച്ചിട്ടുണ്ട്. ഉമ്മത്തും കൗമും നമ്മൾ മനസ്സിലാക്കുന്നത് കൗമെന്ന് പറഞ്ഞാല് കൗമിലെ കുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള വിവാദം ഉണ്ടായല്ലോ ഇപ്പൊ ആരാൻ പറയല്ലേ കൗമിലെ കുട്ടി. ഈ കൗമ് എന്ന് പറഞ്ഞാൽ നമ്മള് പൊതുവിൽ മനസ്സിലാക്കുന്നത് എന്താന്ന് വെച്ചാൽ മുസ്ലിം സമുദായം എന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ കൗം അതല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാണ്, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി, എന്റെ കൗമിന് നീ പുറത്തു കൊടുക്കണേ. എപ്പോഴാ പറയണത് എന്ന് ചോദിച്ചാൽ തായിഫിൽ നിന്ന് ഏറ് കിട്ടിയപ്പോ അപ്പൊ എറിഞ്ഞ ആളുകളെ കുറിച്ചാണ് നബി എന്ത് പറഞ്ഞത്? എന്റെ കൗം എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ കൗം എന്ന് പറയുമ്പോൾ എറിഞ്ഞ ആൾക്കാരും കൂടെ നിന്ന ആൾക്കാരും എല്ലാ ആളുകളും ഉൾപ്പെടുന്ന എന്റെ സമൂഹം, അതാണ് കൗം, സമൂഹം. അപ്പൊ നമ്മളെ കൗം എന്ന് പറഞ്ഞാൽ ഈ കക്കോളി പ്രദേശത്തുള്ള, നമ്മളെ അയൽവക്കത്തുള്ള, നമ്മളെ നാട്ടിലുള്ള, നമ്മൾ ഇടപഴകുന്ന എല്ലാവരുമാണ്. മുസ്ലിം അമുസ്ലിം വ്യത്യാസമില്ലാതെ, ആണും പെണ്ണും വ്യത്യാസമില്ലാതെ നമ്മുടെ കൗമാണിത്.
ഇത് നമ്മുടെ കൗമാണെന്ന ബോധം ഉള്ളവർക്കേ യഥാർത്ഥത്തിൽ പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ കഴിയുകയുള്ളൂ. നമ്മൾ എന്തിനാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുന്നത്? നമ്മുടെ നാട്ടിൽ ഒരാൾ പട്ടിണി കിടക്കുന്നത് കണ്ടാൽ നമുക്കത് സഹിക്കൂല. അവന്റെ ജാതി മതം നോക്കിയിട്ടാണോ? പട്ടിണിയാണെന്ന് പറഞ്ഞാൽ നമ്മള് സഹിക്കൂല. ഒരാൾ രോഗിയാണ്, ചികിത്സിക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെങ്കിലും അത് പരിഹരിച്ചു കൊടുക്കണം എന്നുള്ളൊരു തോന്നലുണ്ടാവും. അവന്റെ ജാതി മതം നോക്കിയിട്ടല്ല. നമ്മളെ അയൽവാസിയായ ഒരു കുട്ടിക്ക് പഠിക്കാൻ കാശില്ല, പുസ്തകം വാങ്ങാൻ പൈസ ഇല്ല. ഇപ്പൊ സ്കൂൾ തുറക്കാൻ പോവാണ്, അപ്പോ ബുക്ക് വാങ്ങാൻ കഴിയുന്നില്ല, കൊട വാങ്ങാൻ കഴിയുന്നില്ല, ബാഗ് വാങ്ങാൻ കഴിയുന്നില്ല. നമ്മൾ എന്ത് ചെയ്യും? സഹായിക്കും. ഇപ്പൊ ഒരാളുടെ വീട് ചോർന്നൊലിക്കുന്നു, പാവം, കഷ്ടപ്പാടാണ്, സുഖമില്ലാത്ത ഒരാളവിടെ ഉണ്ട്, ഇങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ഭയങ്കരമായ ഒരു ദയ തോന്നും. ഇപ്പൊ ദുനിയാവിൽ ഇവർ അനുഭവിക്കുന്ന ഈ തരം പ്രതിസന്ധികളോട് നമുക്ക് തോന്നുന്ന ദയ, സഹതാപം, പരലോകത്ത് ഇവര് നരകത്ത് പോണ്ടി വരുമല്ലോ എന്ന വിചാരത്തിലും ഉണ്ടാകുമ്പോഴാണ് ഒരാൾ പ്രബോധകനാകുന്നത്. ഒരാളുടെ വീടിന് തീപിടിക്കുമ്പോ നമ്മൾ നോക്കിക്കൂലല്ലോ, ഓന്റെ അഭിപ്രായമല്ലേ, ഓൻ നടന്നോട്ടെ എന്നറിയോ? ഇല്ലല്ലോ. ഒരുത്തൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും കെട്ടിച്ചാടിയാൽ ഈ ബാക്കിയുള്ളവനും അതിൽ തുള്ളി ഓൻ എങ്ങനെങ്കിലും എടുത്ത് കരക്കുമല്ലോ. പിന്നെ അവന് ബോധം വന്നിട്ട് ചിലപ്പോൾ ഓനൊന്ന് പൊട്ടിച്ചൊക്കെ കൊടുക്കും, അത് വേറെ കാര്യം. പക്ഷെ അന്നേരം അവനെ കിണറ്റിന്ന് എടുക്കുക എന്നുള്ളത് ഏതൊരു മനുഷ്യനും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മളെ മുമ്പ് ഒരാൾ ട്രെയിനിന്റെ മുമ്പ് ചാടാൻ പോയാൽ നമ്മൾ എങ്ങനെങ്കിലും ഓൻ ചാടല്ലേ, ചാടിക്കോട്ടെ, അങ്ങനെ ആരോ വെക്കോ? ഒരാൾ കെട്ടിത്തൂങ്ങി ചാടുന്നത് നമ്മൾ യാദൃശ്ചികമായി കണ്ടാൽ പാഞ്ഞു പോയിട്ട് അവനെ രക്ഷപ്പെടുത്തുമല്ലോ, ഉറക്കം നിലവിളിച്ച് ആളെ കൂട്ടും. ഓൻ സ്വന്തമായിട്ട് കയറിട്ടു, ഓൻ സ്വന്തമായിട്ട് കഴുത്തിൽ മുറുക്കി, ഓൻ സ്വന്തമായിട്ട് തൂങ്ങി. അതിനിപ്പോ ഞാൻ എന്താക്കാനാണ് എന്നാരും വിചാരിക്കൂല. മനുഷ്യത്തുള്ളാരും വിചാരിക്കൂല, അല്ലാത്തവർ ചിലപ്പോ വിചാരിക്കും. അപ്പോ നമ്മൾ ഓനെ രക്ഷപ്പെടുത്തും. ഓൻ ചെയ്തത് തെറ്റാണെന്ന് നമുക്കറിയാം. ആ തെറ്റ് പിന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക? തിരുത്തുള്ളൂ. അപ്പോ ഇങ്ങനെയാണെങ്കിൽ അവൻ നരകത്തിൽ പോവാൻ പോവാണ്. അവൻ ചെയ്ത ശിർക്ക് കാരണമായിട്ട്, അവന്റെ ജീവിത വീക്ഷണം കാരണമായിട്ട്, സൃഷ്ടാവായ പടച്ചതമ്പുരാനെ ധിക്കരിക്കുന്നത് കാരണമായിട്ട് അവൻ നരകത്തിൽ പോവാൻ പോവാണ്. അങ്ങനെ ഒരാൾ പോവല്ലോ എന്ന ഒരു ബേജാറ് യഥാർത്ഥത്തിൽ ഒരു മുഅ്മിനിനുണ്ടാകും. അയാൾക്ക് നരകവും സ്വർഗവും ഒക്കെ ഹക്കാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതൊരു നമ്മളൊരു വിശ്വാസമാണ്. നരകവും സ്വർഗമൊക്കെ ഓലെ വിശ്വാസം വേറെയാണ്, മറ്റൊരു വിശ്വാസം വേറെയാണ്. അപ്പൊ നമ്മക്ക് നമ്മളതായ ഒരു എന്ന് വിചാരിക്കുകയാണെങ്കിൽ ആ ബോധം ഉണ്ടാവില്ല. അപ്പൊ ഇത് ഹക്കാണ്. ഇത് മലക്കുൽ മൗത്ത് വരുന്നതോടുകൂടി നമ്മൾ ബർസഖിലെത്തും. അവിടെ വിചാരണ ഉണ്ടാകും, ചോദ്യോത്തരം ഉണ്ടാവും. നമ്മളെ മയ്യത്ത് കടലിൽ ഒഴുക്കിയാലും കത്തിച്ചു കളഞ്ഞാലും കുഴിച്ചിട്ടാലും നമ്മളെ മയ്യത്തിന് എന്താക്കിയാലും നമ്മുടെ ആത്മാപ്രധാനമായ ലോകമാണ് ബർസഖ്. അവിടെ ആത്മാവ് ചോദ്യം ചെയ്യപ്പെടും. അതിനുശേഷം പിന്നീട് വീണ്ടും നമുക്ക് ശരീരം തരും. പിന്നെ നമ്മുടെ ഓരോ തൊലിയും, നന്മ ചെയ്തവർ സുഖം അനുഭവിക്കുകയും തിന്മ ചെയ്തവർ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യും. ഇത് ഹക്കായ കാര്യമാണ് എന്ന ബോധമുള്ള ഒരാൾക്ക് നമ്മുടെ കൗമിലുള്ള ആൾക്കാരോട്, നമ്മുടെ കൗം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ സമുദായം, നമ്മുടെ സമൂഹം, ആ സമൂഹത്തോട് ഒരു ദയാവായ്പ്, ഒരു ഇഷ്ടം, ഒരു സഹതാപം, അവരെ രക്ഷപ്പെടുത്തണമല്ലോ എന്ന വിചാരമുണ്ടാകും. നമ്മളെ വീട്ടിൽ മോന് സുബഹിസ്കരിക്കാണ്ട് കിടന്നുറങ്ങുമ്പോ ഓൻ കുറെ നേരം വെയിറ്റല്ലേ വന്നത്, സാറിലാടെ കിടന്നോട്ടെ എന്ന് വിചാരിക്കുന്നത് ഈ ഹക്ക് നമ്മുടെ അടുത്ത് വേണ്ടത്ര കയറാത്തതുകൊണ്ടാണ്. ഓൻ കിടക്കണ കട്ടിലിന് തീപിടിച്ചാൽ നിങ്ങൾ ഓനെ വിളിച്ചോണ്ടോ? ഇല്ല, കുറച്ച് കിടന്നോട്ടോ, ഓൻ പാവം ഇന്നലെ ഒരേ നേരം പോയി വന്നാന്ന് വിചാരിക്കോ? വിചാരിക്കൂലെങ്കിൽ ആ തീപിടിക്കൽ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. നിസ്കരിക്കാണ്ട് കിടന്നുറങ്ങുമ്പോ നരകത്തിന്റെ തീയിലേക്ക് പോവാണ്. അപ്പൊ നരകത്തിന്റെ തീയിലേക്ക് എന്റെ മോൻ പോവാണ് എന്ന് തോന്നുമ്പോ നമ്മൾ ഓനെ വെള്ളം കൊടുത്തിട്ടായാലും വേണ്ടില്ല, ഓന് ദേഷ്യം പിടിക്കായാലും വേണ്ടില്ല,
എങ്ങനെയെങ്കിലും വിളിച്ചോണത്തു. കാരണം എന്താണ്? ഓൻ നരകത്ത് പോകരുത്, ഓന്റെ കട്ടിലിന് തീപിടിക്കരുത്, ഓൻ ബന്ധു പോകരുത് എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ തീപിടുത്തവും ബന്ധുപോകലും ദുനിയാവിൽ മാത്രമല്ല, പരലോകം സത്യമാണ്, ഹക്കാണ്, അവിടെ അത് സംഭവിക്കുമെന്ന് തോന്നുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വികാരമാണ്. അതാണ് ഒരു പ്രബോധകനെ സൃഷ്ടിക്കുന്നത്. അപ്പൊ അല്ലാഹു പറയാണ്, വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ. നിങ്ങളിൽ നിന്ന് നല്ലതിലേക്ക് ക്ഷണിക്കുന്ന ഒരു ഉമ്മത്ത് ഉണ്ടാകണം. ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ ലക്ഷ്യവും ബോധവും ഒക്കെ ഉള്ള, വ്യവസ്ഥയുള്ള, ആസൂത്രണ തികവുള്ള, പരസ്പര ബന്ധമുള്ള ഒരു കൂട്ടം എന്നാണ്. ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ നിങ്ങളോട് ഉദാഹരണം പറഞ്ഞിരുന്നു, ബസ്സിന്റെ ഉദാഹരണം. മാഷാ അല്ലാഹ്, അമ്മൽക്കൊക്കെ അത് ഓർമ്മ ഉണ്ട്. സാധാ ലൈനിൽ പോണ ബസ്സിലുള്ള ആൾക്കാർ ഖൗമാണ്, കല്യാണ ബസ്സിൽ പോണ ആൾക്കാർ ഉമ്മത്താണ് എന്ന് പറഞ്ഞാൽ ഉദാഹരണമാണ്. ലൈനിൽ പോണ ബസ്സിൽ എല്ലാവരും ഉണ്ട്. എവിടുന്നോ കയറിയ ആളായിരിക്കും. ചില ആൾ തണ്ണീർപന്തലിൽ തന്നെ ഇറങ്ങും, ചില ആൾ കരിക്കാവളത്ത് ഇറങ്ങും, ചില ആൾ കരിക്കാവളത്ത് ബീവറേജിലേക്ക് പോകുന്ന ആളായിരിക്കും. അല്ല, നമ്മളൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളടുത്ത് വന്നിരിക്കുന്നുണ്ടാവും അല്ലേ, നമ്മൾ ഓരോട് അങ്ങനെ ഉണ്ടല്ലോ. ചിലപ്പോ ഒരു എന്തെങ്കിലും ഒരു കുശലം പറഞ്ഞെങ്കിലേ ഉള്ളൂ, തതേങ്ങൾ എങ്ങോട്ടാ പോണ്, ഞാൻ അത്രേ ഉള്ളൂ. എന്തിനാ പോണ് നമ്മൾ ചോദിക്കൂല. അപ്പൊ അങ്ങനെയാണത്. അതേ സമയത്ത് നമ്മൾ ഒരു കല്യാണ ബസ്സിൽ പോവുകയാണെങ്കിൽ പഞ്ചായത്തിന്റെ അടുത്തും കയറാം, അല്ലെ ടൂറ് പോവുകയാണെങ്കിൽ പഞ്ചായത്തിന്റെ അടുത്തും കയറാറിന് എല്ലാവരും പഞ്ചായത്തിന്റെ അടുത്ത് വന്നെന്ന് നമ്മൾ ടൂറ് പോയില്ലേ, അപ്പൊ ബസ് കയറി തമ്മിലുള്ളവർ എവിടെങ്കിലും ഇറങ്ങൂല. ഒരാൾ നിൽക്കുന്നുണ്ട്, ലൈൻ ബസ്സിലാണെങ്കിൽ നമ്മൾ എല്ലാ സൈഡിലേക്ക് ഇങ്ങനെ ഇരുന്ന് ഉറങ്ങിയാൽ മതി, നിൽക്കുന്ന ആളാണെങ്കിൽ നിന്നോളൂ. പക്ഷെ ഈ ബസ്സിലാകുമ്പോ നമ്മൾ ഓലെ തന്നെ വിളിച്ചു കൊടുത്തു, എണീക്ക് മോളെ, അപ്പുറത്ത് മാറിയിട്ട് ഞാൻ ഇരിക്കട്ടെ. അല്ല, വേറെ ആള് പറയും മോളെ എണീറ്റവർക്ക് പ്രായമുള്ള ആൾ ഇരിക്കട്ടെ. ഇത് പരസ്പരം ബന്ധമുള്ള ഇതാണ് ഉമ്മത്ത് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആയിത്തീരേണ്ടത് എന്താന്ന് ചോദിച്ചാൽ നല്ലതിലേക്ക് ക്ഷണിക്കുന്ന ഒരു ഉമ്മത്താണ്. ബസ് സ്റ്റാൻഡിൽ മരുന്ന് വിൽക്കുന്ന ആളുടെ മുമ്പിൽ ചുറ്റും കൂടി നിൽക്കുന്ന ഒരാൾക്കൂട്ടം പോലെയല്ല നിങ്ങൾ പള്ളിയിൽ ഒരുമിച്ച് കൂടേണ്ടത്. ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സാന്നിധ്യം കൂടുതൽ കിട്ടുന്നത് എങ്കിലും ഞാൻ ജമാഅത്തായിട്ട് പള്ളിയിൽ ചെന്ന് ആ മനസ്സാന്നിധ്യം കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, ജമാഅത്തായിട്ടാണ് നിസ്കരിക്കേണ്ടത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവിടെ ഒരു സാമൂഹിക ബോധം ഉണ്ടായിത്തീരുന്നു എന്നതുകൊണ്ട്. മരുന്ന് കച്ചവടക്കാരൻ്റെ അടുത്ത് കൂടിക്കുമ്പോ നല്ല കണ്ടാൽ നല്ല സ്വപ്പായിട്ട് അടുത്തടുത്ത് നിൽക്കുകയാണ്. പക്ഷെ തൊട്ടടുത്ത് നിന്നോൻ ആരാന്ന് നമ്മളറിയോ? അറിയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ചിലപ്പോ ഈ കച്ചവടക്കാരൻ തന്നെ ഏർപ്പാടാക്കിയ ആളായിരിക്കും നമ്മളടുത്ത് നിൽക്കണേ. ഓന് ആദ്യം തന്നെ ഓൻ വാങ്ങും. അധികം അങ്ങനെയാണല്ലേ. മുച്ചിട്ട് കളിക്കാരെ ഓരാദ്യം വെക്കും. അപ്പൊ കാണുമ്പോ ഇവരൊക്കെ വെക്കണുണ്ടല്ലേ, അപ്പൊ വെക്കും. നമ്മളവിടെ സാധനം വിൽക്കാൻ വരുന്ന ആൾക്കാരുണ്ട്, അപ്പുറത്തെ പുരയിൽ ഓല് വാങ്ങിക്കുന്ന ആ വീടില്ലേ, അവിടെ ചുവന്ന പെയിന്റ് അടിച്ച ഓല് വാങ്ങിക്കണ്. ഓല് അബദ്ധത്തിലായി തന്നെ നമ്മൾ വാങ്ങണോ? അപ്പൊ നമ്മൾ വിചാരിക്കും ഓലൊക്കെ വാങ്ങണില്ലേ, അപ്പൊ ഓല് വാങ്ങി എന്നുള്ളത് ഒരു ആധികാരികമായ ഒരു സംഗതി. കഴിഞ്ഞ റമദാനിൽ ഒരാൾ പിരിവിന് വന്നു. അപ്പൊ അയാളടുത്ത് നോക്കുമ്പോ വലിയ ആവശ്യത്തിന് ഉള്ള തെളിവൊന്നുമില്ല. അപ്പൊ ഇയാള് റെസീറ്റ് ബുക്ക് എടുത്തിട്ട് കാണിച്ചിട്ടാണ്, ഞാൻ ഇന്നടുത്ത് പോയി അവിടുന്ന് കിട്ടിയിരിക്കണ്, പിന്നെ മറിച്ചത് അവിടുന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇനി ഇവിടുന്ന് കിട്ടിയ നിങ്ങൾ ഇത് വെക്കൂലേ, എന്നിട്ട് അടുത്ത സ്ഥലത്ത് പോയിട്ട് അവിടുന്ന് കിട്ടിയിരിക്കണോ കൂടി പറയില്ലേ? അതല്ലല്ലോ വേണ്ടത്. നിങ്ങൾ ജെന്യൂൻ ആണ്, നിങ്ങൾ അതിന്റെ ആധികാരികമായ ഇതിന്റെ ആളാണെന്നുള്ളതിന്റെ തെളിവാണല്ലോ നിങ്ങൾ തരുന്നത്, അല്ലാതെ അവിടുന്ന് തന്നു ഇവിടുന്ന് അതല്ലല്ലോ. അപ്പോ ഇങ്ങനെ വ്യത്യസ്തമായ തെളിവുകൾ ഉണ്ടാക്കിയിട്ടാണ് ആ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ നിങ്ങൾ ആവേണ്ടത് എന്താന്ന് ചോദിച്ചാൽ ഉമ്മത്താണ്, പരസ്പര ബന്ധമുള്ള ഒരു ഉമ്മത്താണ്. അപ്പൊ ഇവിടെ വേറെ ഒരു അർത്ഥം ഇന്ന് മനസ്സിലാവുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ നിങ്ങൾ ആവണം എന്നാണല്ലോ ഇവിടെ പറയുന്നത്.
എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ യഥാർത്ഥത്തിലാകേണ്ട അവസ്ഥ നമ്മൾ തന്നെ തെരഞ്ഞെടുക്കേണ്ട ഒരവസ്ഥയാണ്. നമ്മൾ ചൂസ് ചെയ്യേണ്ട ഒരു സംഗതിയാണ്, ആവുന്നതല്ല. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. മനസ്സിലായില്ല എന്ന് തോന്നുന്നു നിങ്ങളെ മുഖം കണ്ടിട്ട്. ഇല്ല, അങ്ങനെ കിട്ടാതെക്കുമ്പോഴാണ് ഉദാഹരണം വരിക. ഇപ്പൊ നമ്മൾ ഇന്ത്യക്കാരാണ് അല്ലേ എന്നാ നമ്മൾ പറയുന്നു, ആണോ അല്ലെ? നമ്മൾ ഇന്ത്യക്കാരായത് എങ്ങനെയാണ്? നമ്മളായതാണ്. ആണോ? നമ്മൾ തെരഞ്ഞെടുത്തതല്ല. നമ്മളിവിടെ ജനിച്ചു, നമ്മളാരും ചോദിച്ചിട്ടൊന്നുമില്ല. നമ്മളായത്, നമ്മൾ മാപ്പിളാരാണ്. എങ്ങനെ? നമ്മൾ ജനിച്ചു, അപ്പൊ മാപ്പിളായി. കക്കോടിക്കാരായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആയതാണ്. അപ്പൊ ഇങ്ങനെ അതേ സമയത്ത് തെരഞ്ഞെടുക്കൂ ചില ആൾക്കാർ. കക്കോടി പോയി വീടുണ്ടാക്കണം, നല്ലൊരു സ്ഥലമാണ്, നല്ല മലബസണ്ടൊക്കെ ഉള്ള സ്ഥലമാണ്, അപ്പൊ അവിടെ പോയിട്ട് കൂടിയാൽ നമുക്ക് അതിൻ്റെതായ ഒരു ഗുണമുണ്ട്, മെച്ചമുണ്ട് എന്ന് തോന്നിയിട്ട് ഒരാൾ വന്ന് കൂടുന്നുണ്ടാവും. പിന്നെ ഓനോട് വന്നുകൂടി എന്ന് അറിയരുത്. ഓന് ഒരു നല്ല നാടാന്ന് വിചാരിച്ചിട്ട് വന്നിട്ട് നിങ്ങൾ കൂടി വെക്കുമ്പോ പിന്നെ വന്നുകൂടി എന്ന് അറിയരുത്. ആ വരുത്തൽ വല്ലതല്ല. ഓന് ശരിക്കും പറഞ്ഞാൽ നമ്മളെന്താ ചെയ്യണ്ടേ? നമ്മളെ നാടിനെ സ്നേഹിച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒരാൾ വന്നാൽ നമ്മൾ ഓനെ പരമാവധി ബഹുമാനിക്കല്ലേ ശരിക്കും വേണ്ടി. പക്ഷെ നമ്മളുടെ ഒരു അവസ്ഥ എന്താ വെച്ചാ അപ്പൊ ഇത് തെരഞ്ഞെടുക്കുന്നത്. അതേ സമയത്ത് നമ്മളുടെ നാഷണാലിറ്റി എന്ന് പറയുന്നത് പൊതുവിൽ ചിലതൊക്കെ പൗരത്വം സ്വീകരിക്കുന്നവരും വേറെ രാജ്യത്ത് പോയിട്ട് ഇപ്പൊ ഇവിടെ നിന്നൊക്കെ ഒരുപാട് ആൾ UK പോയിട്ട് അവിടുത്തെ അത് വേറെ കാര്യം. സാധാരണഗതിയിൽ ഇങ്ങനെയാണ്. അപ്പോ ശശികല ഇപ്പൊ അടുത്ത ദിവസം പ്രസംഗിച്ചു കുഞ്ഞാലിക്കുട്ടിനെ പറ്റി. കുഞ്ഞാലിക്കുട്ടിക്ക് മുഖ്യമന്ത്രി ആയാൽ എന്താ കുഴപ്പം എന്നാണ് ചിലർ ചോദിക്കുന്നത്. അയാൾ ഇന്ത്യൻ പൗരനല്ലേ എന്ന് ചോദിക്കുന്നു. പക്ഷെ അത് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ നമുക്ക് കഴിയില്ല. കാരണം അയാൾക്ക് പാസ്പോർട്ട് ഉണ്ടാവും, അയാൾക്ക് വോട്ട് ഉണ്ടാവും, അയാൾ പൗരനാണെന്ന് അവകാശപ്പെടുന്നുണ്ടാവും. പക്ഷെ അയാളുടെ ബ്ലഡ് വേറെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എവിടുന്ന ഈ പറയുള്ളത്? അപ്പോ ബ്ലഡ് വേറെയാണ്. അതുകൊണ്ട് അയാളെ മുഖ്യമന്ത്രിയാക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അംഗീകരിക്കാൻ പറ്റില്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് 2 തരം പൗരന്മാരുണ്ട് എന്ന് ഇന്ത്യൻ ഭരണഘടനക്ക് പോലും വിരുദ്ധമായ ഒരു കാര്യം. മാനുഷിക മൂല്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. എന്താണ് മാഷെ? വി ആർ ദ പീപ്പിൾ അല്ലേ? നമ്മുടേത് എന്ന് പറയുന്ന, നമ്മളെല്ലാവരും ഒന്ന് എന്ന് പറയുന്ന ഒരു ഭരണഘടനക്ക് വിരുദ്ധമായതാണ് അവർ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, നമ്മൾ ഇന്ത്യക്കാരാണ് നമ്മൾ പറയണത്, എല്ലാവരും ഇപ്പൊ അത് കൂട്ടുമോ എന്നുള്ളത് ചോദിച്ചത്. ഇത് നമുക്ക് വന്ന് കിട്ടുന്ന സാധനമാണ്. നമ്മുടെ സമുദായം, നമ്മുടെ മാതാപിതാക്കൾ, ഇതൊക്കെ നമുക്ക് തെരഞ്ഞെടുക്കാൻ അവസരം ഉണ്ടായിരുന്നെങ്കിൽ ചിലരെങ്കിലും വേറെ അപ്പനെയും തെരഞ്ഞെടുക്കുക. കാരണം ഇതിപ്പോ എന്താണ് അടുത്ത ജന്മത്തിലെങ്കിലും നന്നാവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ചില ആൾക്കാർ അങ്ങനെ ഉണ്ട്. പക്ഷേ ഈ പറയുന്നത് അങ്ങനല്ല. നിങ്ങൾ ബോധപൂർവം ഒരു ഉമ്മത്താവണം എന്ന് അല്ലാഹു പറയാണ്. അപ്പോ നിങ്ങളൊരു കൗമായതുപോലെ, നിങ്ങളൊരു സമുദായമായതുപോലെ, ഒരു നാട്ടിൽ ജനിച്ചതുപോലെ, ആണായതുപോലെ, പെണ്ണായതുപോലെ, കറുത്തവരോ വെളുത്തവരോ ആയതുപോലെ നിങ്ങൾക്ക് പങ്കില്ലാത്ത ഒരാവലല്ല. നിങ്ങൾ ബോധപൂർവം തന്നെ തെരഞ്ഞെടുക്കേണ്ട വഴിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ബൽതകും മിൻകും ഉമ്മത്തുൻ, നിങ്ങൾ അങ്ങനെ ഒരു ഉമ്മത്താകണം. അപ്പൊ അവിടെ മിൻകും എന്ന് പറയുന്നതിനെ കുറിച്ച് ധാരാളം ചർച്ചയുണ്ട്. സാധാരണ മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന് എന്നാണ്. അപ്പൊ മിൻകും എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ നിന്ന് എന്നാണ്. അപ്പോൾ നമ്മളിൽ നിന്ന് നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാകണം എന്നാണോ ഈ പറയുന്നത്? നിങ്ങളിൽ നിന്ന് യദഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ, നിങ്ങളിൽ നിന്ന് നന്മയിലേക്ക് ക്ഷണിക്കുന്ന,
നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന ഒരു കൂട്ടരുണ്ടാകണമെന്നാണോ ഈ പറയുന്നത്? മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന് എന്നാണ് അർത്ഥമെങ്കിൽ അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ ഖുർആൻ ആയത്തിനെ നമ്മൾ മനസ്സിലാക്കുക ഖുർആനിന്റെ മറ്റു ഭാഗങ്ങൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ്, ഹദീസുകൾ ചേർത്ത് വെച്ചുകൊണ്ടാണ്. അങ്ങനെ പരിശോധിക്കുമ്പോൾ മിൻ എന്നതിന് അറബി ഭാഷയിൽ തന്നെ ആൽ എന്നൊരർത്ഥം കൂടിയുണ്ട്. ആൽ മരല്ല, ആൽ എന്ന് പറഞ്ഞാൽ നിങ്ങളാൽ ഉണ്ടാകണം എന്നാവും അപ്പൊ അതിന്റെ അർത്ഥം. അപ്പോൾ നിങ്ങളാൽ നിന്ന് ഉണ്ടായിത്തീരണം എന്ന് പറഞ്ഞാൽ നിങ്ങളായിത്തീരണം എന്നാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ആ അർത്ഥം ഇവിടെ പ്രയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ പരിശുദ്ധ ഖുർആനിൽ വേറെ സ്ഥലങ്ങളിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് ബഅ്ദുഹും ഔലിയാഉ ബഅദ് യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. മുഅ്മിനീങ്ങളുടെ പൊതുവായ ഉത്തരവാദിത്തമാണ് നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന് പറയുന്നത്. ഒരധ്യായം തന്നെ വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, ഒരു സൂറത്ത് മൊത്തം. അപ്പോൾ സത്യവും സഹനവും ഉപദേശിക്കുകയും സൽകൃത്യങ്ങൾ ചെയ്യുകയും വിശ്വസിക്കുകയും ചെയ്യാത്ത എല്ലാവരും നഷ്ടത്തിലാണെന്നാണ്. അപ്പൊ ഇത് എല്ലാവരും ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് എന്ന് അതിൽ മനസ്സിലായി. ഹദീസ് പറയുകയാണെങ്കിൽ മൻ റആ മിൻകും മുൻകറൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് മൻ റആ മിൻകും മുൻകറൻ, നിങ്ങൾ ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ, നിങ്ങൾ ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ എന്താ വേണ്ടി? ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോട്ടെ, നമ്മൾ വെറുതെ അതിൻ്റെ അകത്ത് പോയി തലടണ്ടല്ലോ എന്ന് വിചാരിക്കാണോ വേണ്ടത്? അങ്ങനെ വിചാരിക്കലാണ് സുഖം. നമ്മൾ ആൾക്കാർക്ക് വലിയ ഇഷ്ടമായിരിക്കും. നിങ്ങളൊരാളെ വിഷയത്തിലൊന്നും ഇടപെടുന്നില്ലെങ്കിൽ നിങ്ങളോട് ഭയങ്കര താല്പര്യമായിരിക്കും. എല്ലായ്പ്പോഴും അങ്ങനെയാണ്. നിങ്ങളെ മാപ്പിളാർക്കും അങ്ങനെയാണ്. നിങ്ങളൊരു വിഷയത്തിലൊന്നും ഇടപെടുന്നില്ല, അപ്പൊ പിന്നെ ഇഷ്ടം തന്നെയാണ്. നിങ്ങളെ മക്കളെ വിഷയത്തിൽ നിങ്ങൾ ഇടപെടുന്നില്ല, മക്കൾക്ക് നിങ്ങൾ ഇത്ര നല്ല മൊഞ്ചുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള പാരൻസ് വേറെ ഉണ്ടാവൂല. ഞാൻ എന്ത് ചെയ്യുന്നുള്ളത് പോലും നോക്കണില്ല. എല്ലാവരും അങ്ങനെയാണ്. എവിടെയാണ് ഇഷ്ടക്കേട് തുടങ്ങുന്നത്? നമ്മളൊരാളെ വിഷയത്തിൽ ഇടപെടുമ്പോഴാണ്. ഭരണകൂടത്തിന്റെ മുമ്പിൽ നമ്മൾ നോട്ടപ്പുള്ളികളും ഭീകരവാദികളും ആവുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ അവരുടെ വിഷയത്തിൽ ഇടപെടുമ്പോഴാണ്. കണ്ണിലുണ്ണിയും അല്ലമീനും ഒക്കെ ആയിരുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപിക്കപ്പെട്ടത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ആ നാട്ടുകാരുടെ വിഷയത്തിൽ ഇടപെടാൻ തുടങ്ങിയപ്പോഴാണ്. അതുവരെ എന്തൊരു ഇഷ്ടമായിരുന്നു എന്നറിയോ? ഭയങ്കര ഇഷ്ടമായിരുന്നു, സ്നേഹമായിരുന്നു. അപ്പൊ എതിർക്കപ്പെടുന്നു എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ ഒരു നല്ല ലക്ഷണമാണ്. കാരണം ഇടപെടുന്നുണ്ട് എന്നതാണ് ഇതിന്റെ കാര്യം. മൻ റആ മിൻകും മുൻകറൻ, നിങ്ങൾ ഒരു തിന്മ കണ്ടാൽ ഫൽയുഗയ്യിറുഹു ബിയദിഹി, റസൂലുള്ളാഹി പറയാണ് നിങ്ങൾ അത് കൈകൊണ്ട് തടുക്കണം. നിങ്ങൾ കൈകൊണ്ട് അതിനെ മാറ്റണം എന്നാണ്. ഫഇൻ ലം യസ്തതി', ഇനി അഥവാ അതിന് നിങ്ങൾക്ക് കഴിയില്ല, കൈകൊണ്ട് തടുക്കണമെങ്കിൽ അധികാരം വേണം. അധികാരം ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൈ കിടക്കും. അധികാരമില്ലാത്തവൻ കൈകൊണ്ട് തടുക്കാൻ നോക്കിയാൽ നമ്മൾ പറയും നിയമം കയ്യിലെടുക്കുകയാണെന്ന് പറയും. ശരിയാണ്, നിയമം കയ്യിലെടുക്കാൻ പാടില്ല. അപ്പൊ അതിന്റെ വ്യവസ്ഥ അനുസരിച്ച് ചെയ്യേണ്ടവരാണ് ചെയ്യുന്നത്. പക്ഷേ ഫഇൻ ലം യസ്തതി', നിങ്ങൾക്ക് അങ്ങനെ കൈ കാര്യം ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഫബിലിസാനിഹി, അവന്റെ നാവ് കൊണ്ട് തടയണം. അപ്പൊ നാവ് കൊണ്ട് തടയലാണ് പ്രസംഗം, പ്രഭാഷണം, മുദ്രാവാക്യം എന്നൊക്കെ പറയണ. നാവ് കൊണ്ട് എഴുത്ത്, ലേഖനം, പ്രചാരണം, പ്രവർത്തനം, ഇതൊക്കെ നാവ് കൊണ്ട് തടയലാണ്. ഫഇൻ ലം യസ്തതി', ഇനി അതിനും കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ്, നിങ്ങൾ തടവറയിലാണ്, നിരോധിക്കപ്പെട്ട അവസ്ഥയിലാണ്, അങ്ങനെയൊക്കെ ആവാലോ. ഫബിഖൽബിഹി, അപ്പോൾ എന്ത് വേണം?
കൽബ് കൊണ്ട് നിങ്ങൾ അതിനെ വെറുക്കണം. ഉലായിക അദ്വാഫുൽ ഈമാൻ, അത് ഈമാനിന്റെ ഏറ്റവും ദുർബലമായ അവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ അതും കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥ ഉള്ളവനെ സംബന്ധിച്ച് അവന് ഈമാൻ ഇല്ല. അപ്പൊ ഒരു തിന്മ കണ്ടിട്ട് നമുക്ക് പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയോ അതിൽ നമ്മൾ ഇടപെടുകയോ അതിനെക്കുറിച്ച് ഒന്നും പറയാൻ ഏതായാലും കഴിയില്ല, ചെയ്യാനും കഴിയില്ല, എന്നാൽ ഒരു വെറുപ്പെങ്കിലും ഉണ്ടാവുകയോ ചെയ്യുന്നില്ലെങ്കിൽ അത് ഈമാൻ ഇല്ലാത്ത അവസ്ഥയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ അതും വെച്ച് നോക്കുമ്പോൾ ഇവിടെ പറയുന്ന മിൻ എന്നതിന്റെ അർത്ഥം ഒരു വിഭാഗം എന്നല്ല, എല്ലാവരും എന്നാണ്. അപ്പൊ നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ എല്ലാവരും നന്നായി പഠിക്കണം എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞ നിങ്ങളിൽ നിന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? എല്ലാവരും എന്നാണ്. നിങ്ങളിൽ നിന്ന് മാന്യതയല്ലാതെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ നിന്ന് കുറച്ച് ആൾക്കാർ മാന്യത കാണിക്കണം, അങ്ങനല്ല, എല്ലാവരുമാണ്. ഒരു അധ്യാപകൻ വിദ്യാർത്ഥികളോട് പറയാണ്, നിങ്ങളിൽ നിന്ന് ഞാൻ 100% വിജയമാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ 2-3 കുട്ടികൾ ജയിച്ചാൽ മതി എന്നാണോ? അല്ല. അപ്പൊ ഈ നിങ്ങളിൽ നിന്ന് എന്ന് പറയുന്നതിന് അങ്ങനെ ഒരു അർത്ഥം മലയാളത്തിൽ തന്നെ നമ്മൾ പ്രയോഗിക്കുമ്പോൾ ഉള്ളതാണ്. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. അപ്പോ മഅറൂഫ് എന്ന് പറഞ്ഞാല് അറിയപ്പെട്ടത് എന്നാണ് വാക്കർത്ഥം. എല്ലാ നല്ലതുകളും അറിയപ്പെട്ടതാണ്. മുൻകർ എന്ന് പറഞ്ഞാൽ കേട്ടുകേൾവി ഇല്ലാത്തത് എന്നാണ് അതിന്റെ അർത്ഥം. എല്ലാ തിന്മകളും എന്താണ്? കേട്ടുകേൾവി ഇല്ലാത്തത്. നമ്മൾ ചിലപ്പോൾ പറയില്ലേ, ഒരു കേട്ടുകേൾവി ഇല്ലാത്ത കാര്യമാണ് ചെയ്ത്. അത് നല്ലതിനെ കുറിച്ചല്ല പറയാം, മോശമായതിനെ കുറിച്ച്. അപ്പോൾ മഅറൂഫ് എന്ന് പറഞ്ഞാൽ നന്മ, മുൻകർ എന്ന് പറഞ്ഞാൽ തിന്മ. ഇവിടെ ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് യഅ്മുറൂന എന്നാണ്, കൽപ്പിക്കുക എന്നാണ്. അപ്പൊ അതൊരു റിക്വസ്റ്റ് അല്ല. റിക്വസ്റ്റ് ഉണ്ട്, അതെങ്ങനെയാണ്? പ്ലേസ് ചെയ്തിട്ട് അപേക്ഷ കൊടുക്കുന്നതാണ്. അതിന് ഇതല്ല പദം. പക്ഷെ ഇവിടെ അള്ളാഹു പറയുന്നത് യഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കണം. അതേപോലെ വയൻഹൗന അനിൽ മുൻകർ, തിന്മ വിരോധിക്കണം. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന പണി ചെയ്യാത്തവരുടെ ദുആ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നാണ്. നിങ്ങൾ വഴിയിലിരിക്കരുത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്, വഴിയിലിരിക്കരുത്. നമ്മൾ പണ്ടില്ലേ ഓവാലത്തുമ്പിരിക്കും പോലീസുകാരെ കണ്ട് എണീറ്റിക്കൂലെ? ഇപ്പോൾ അങ്ങനെ ഓവാലൊന്നും ഇല്ല. ഇരിക്കാൻ കഴിയാത്ത കോലത്തിലാക്കി. കലുങ്ക് അല്ലേ? ഇപ്പൊ ബസ് സ്റ്റോപ്പിലും ഇരിക്കാൻ പറ്റാത്ത സാധനം ഉണ്ടാക്കണം, ഒരു കോയിൽ വെച്ചിട്ട്. അപ്പോ ചില ആൾക്കാര് ജീപ്പ്, പോലീസ് ജീപ്പ് ഇങ്ങനെ വരുമ്പോ ഒന്ന് എണീറ്റെക്കും, എന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞളിക്കും. പോലീസ് ജീപ്പ് പോയാൽ തന്നെ ഇരിക്കും. പോലീസുകാരും ചോദിക്കാടാ കണ്ടാവുന്ന ബഹുമാനിച്ചൂടെ എന്നാണ്, ഒന്ന് എണീറ്റ് നിന്നിട്ട്. അപ്പൊ ഇത് എങ്ങനെയാണ് ആ ഒരു നിയമം ഉണ്ടായത് എന്ന് എനിക്ക് അറിഞ്ഞൂടാ, നിയമം ഉണ്ടോന്നും അറിഞ്ഞൂടാ. എന്തായാലും അങ്ങനെ ഒരു നടപ്പുണ്ടായിരുന്നു. പക്ഷെ ഹദീസിൽ വളരെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾ വഴിയിലിരിക്കരുത്. അപ്പോ സ്വഹാബികളിൽ ചിലർ ചോദിച്ചു, അള്ളാഹിന്റെ ദൂതരെ, ഞങ്ങൾക്ക് അത് ഇല്ലാണ്ട് കഴിയില്ലല്ലോ. എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കച്ചവടം ഫുട്പാത്ത് കച്ചവടമാണ്, മനസ്സിലായോ? ഞങ്ങൾക്ക് ആളുകളെ ചിലപ്പോൾ കാത്തിക്കേണ്ടി വരും, അല്ലെങ്കിൽ എന്തോ ആവശ്യത്തിന് ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ തങ്ങേണ്ടി വരും. അപ്പോ എന്ത് ചെയ്യും? അപ്പൊ റസൂലുള്ള പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വഴിയുടെ അവകാശം നൽകണം. അപ്പൊ അനിവാര്യമാണ് നിങ്ങൾക്ക് പാതയോരത്ത് ഇരിക്കലെങ്കിൽ
അല്ലെങ്കിൽ അവിടെ തങ്ങൽ നിങ്ങൾക്ക് നിർബന്ധമായി വരികയാണെങ്കിൽ നിൽക്കാം. പക്ഷെ അപ്പൊ നിങ്ങൾ അതിന്റെ അവകാശങ്ങൾ കൊടുക്കണം. എന്താണ് വഴിയുടെ അവകാശം? ഒന്ന്, കണ്ണ് താഴ്ത്തുക. ഇത് വഴിയുടെ അവകാശമാണ്. കണ്ണ് താഴ്ത്തുക പറഞ്ഞാൽ എന്താ? അതിലെങ്ങനെ പോകുന്നു വരുന്നു എല്ലാം അങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കരുത്. ചില ആൾക്കാരെ നോട്ടം കൊണ്ട് മറ്റാൾ ഉരുകിപ്പോവും. മെഴുകുതിരി തീൻ്റെ അടുത്ത് വെച്ച മാതിരി ഉരുകിപ്പോവും. അയാൾ കൈകൊണ്ടും കാലും കൊണ്ടും ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, നോട്ടം മാത്രം മതിയാവും അല്ലേ? ആജാതി നോട്ടമൊക്കെ ഉണ്ട്. അപ്പൊ കണ്ണ് താഴ്ത്തുക, കണ്ണ് താഴ്ത്തുക, ഇത് വഴിയുടെ അവകാശമാണ്. തൊട്ടുടനെ പറഞ്ഞ എന്താണെന്നറിയോ? നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. അപ്പൊ നിങ്ങൾക്ക് വഴിയിൽ നിൽക്കാതൊക്കെയാണ് നല്ലത്, പോയിക്കോ. അഥവാ നിങ്ങൾക്ക് നിൽക്കേണ്ടതായ വല്ല സാഹചര്യവും ഉണ്ടായാൽ, നിർബന്ധമായാൽ, അനിവാര്യമായാൽ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണം. കാരണം തെരുവാണ്, അവിടെ പല ജാതി സംഗതികളും നടക്കും. അപ്പോ അത് നടക്കുമ്പോൾ തിന്മക്ക് കൂട്ടു നിൽക്കുന്ന സ്വഭാവത്തിലാവാൻ പാടില്ല. അപ്പോ നിങ്ങൾ കണ്ടില്ലേ, ചില ആൾക്കാര് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, വെറുതെ പീഡിയക്കുലായ്മയിൽ വന്നിരിക്കും. എന്നിട്ട് ഇങ്ങനെ വന്നിരുന്നു വൈകുന്നേരം വരെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കും. ആ പറയുന്നതിലാണ് ഫിത്തന ഉണ്ടാവുക, ഫസാദ് ഉണ്ടാവുക, പല ജാതി സംഗതികളും ഉണ്ടാവുക. ഇപ്പൊ പിന്നെ അങ്ങനത്തെ ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. കാരണം മൊബൈൽ ഉള്ളത് കൊണ്ടേ വേറെ ആരോടും പറയാനുള്ള നേരത് കഴിഞ്ഞിട്ട് വേണ്ടേ. ഇനി അഥവാ എന്താ പറയണമെങ്കിൽ തന്നെ തൊട്ടടുത്ത ആളോട് തന്നെ വാട്സപ്പ് അയക്കുക ചെയ്യുക. കാരണം അതിൻ്റെ അകത്തൂടി പറയാന്നല്ലാതെ നേരിട്ട് പറയുന്ന പ്രശ്നം ഇല്ല. കാരണം അത് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാകുമ്പോ ഉണ്ടായി വന്ന എന്തോ ഒരു ചില നല്ല ഇതും ഉണ്ടാവുമല്ലോ. കുറയും, പരമാവധി കുറയും. ഇന്നലെ ഞാനൊരു ചെറിയ മോളെ കണ്ടൊരു വീട്ടിൽ പോയപ്പോ, ചെറിയ മോള് വെച്ചാല് ഈ കൊഞ്ഞിച്ച് പറയുന്ന പ്രായം. ഉമ്മച്ചയുടെ പോയി വെച്ചപ്പോ ചൂജ അങ്ങനെ ഉണ്ടല്ലോ വളരെ. പക്ഷെ ആ മോള് വല്യപ്പനോട് എന്തോന്ന് എടുത്തു കൊടുക്കാൻ പറഞ്ഞു മൊബൈലിൽ. വല്യപ്പക്ക് മനസ്സിലാവണില്ല. ഓളത് ഇങ്ങോട്ട് വാങ്ങിയിട്ട് എടുത്തു കിട്ടിയായിരുന്നു. അപ്പൊ നിങ്ങൾ ആലോചിച്ചു, ഇത്തിരി നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടാവും, ഒരു അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ വളരെ ചെറിയ കുട്ടി ആണ്. അപ്പൊ അവർക്ക് വേറെ ആരോടെങ്കിലും സംസാരിക്കാനോ ഒന്നുള്ളൊരു നേരം കിട്ടൂല. അപ്പൊ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, അതിലും നടക്കും. അപ്പൊ ഇനിയിപ്പോ നമ്മൾ ആലോചിക്കേണ്ടത് അതിലൂടെ എങ്ങനെ അത് നടത്താം. കാരണം നമ്മൾ വഴി മാറി. പിന്നെ ഈ വഴിയിലിരിക്കരുത് എന്ന് പറഞ്ഞത് ഓൺലൈനിലും ബാധകമാണ്, ഓഫ്ലൈനിൽ മാത്രമല്ല. ഓഫ്ലൈനിലെ വഴിയേക്കാൾ അപകടകരമാണ് ഓൺലൈനിലെ വഴി. നമ്മളെ നാട്ടിലിപ്പോ ഇവിടെ ഒരു വഴിയിൽ ഇരിക്കുകയാണ്, ഇതിലെ പോണല്ലോ മാത്രമല്ല നമ്മൾ കാണുള്ളൂ. ഇതിൻ്റെ അകത്ത് ലോകത്തിന്റെ എല്ലാ സ്ഥലത്തുള്ള ആൾക്കാരെ ഒരേ സമയം നമ്മൾ കാണും. അപ്പോ തെരുവിന്റെ ഒത്ത നടുവിൽ നിൽക്കും പോലെയാണ്. അപ്പൊ നിങ്ങൾ പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ണ് താഴ്ത്തുക. കണ്ണ് താഴ്ത്താൻ ഇതിൻ്റെ അകത്തേക്ക് താഴ്ത്താലല്ല, കണ്ണ് കാണണ്ടാത്തത് കാണാതിരിക്കുക. നമ്മൾ ചിലപ്പോ വിചാരിക്കും ഇതൊരു നേലല്ലേ, ഇതിപ്പോ സ്ക്രീനല്ലേ, ഒറിജിനൽ ഒന്നല്ലല്ലോ. പക്ഷെ ഒറിജിനലേക്കാളും റിയാലിറ്റി ഉണ്ടാവും ഇതിൽ കാണുന്നതിന് അല്ലേ. അപ്പൊ അത് പിന്നെ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. അപ്പൊ വഴിയുടെ ബാധ്യത, ഹക്കു തരീഖ്, വഴിയുടെ ബാധ്യത എന്ന് പറയുന്നത് കൊടുക്കുന്നവർക്കേ, കൊടുക്കാൻ കഴിയുന്നവർക്കേ അത് പാടുള്ളൂ എന്ന്. അപ്പൊ നിങ്ങളായിത്തീരേണ്ടത് നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു വിഭാഗമാണ്, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന വിഭാഗമാണ്. അപ്പൊ നിങ്ങളിൽ നിന്ന് എന്നല്ല, നിങ്ങൾ മൊത്തത്തിൽ തന്നെ അങ്ങനെയാണ് ആവേണ്ടത്. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അത്തരം ആളുകളാണ് വിജയികളായ ആളുകൾ. മുസ്ലിമായി ജനിച്ച്
അതേ ചോയ്സാണ്. കാരണം നമുക്ക് മുത്തൊക്കെ അല്ലാണ്ടും ജീവിക്കാമല്ലോ. ജനിക്കണ എല്ലാവരും മുസ്ലിമായിട്ട് തന്നെ ജനിക്കണം. മുസ്ലിമായിട്ട് അല്ലാണ്ട് ജനിക്കണ ആരുമില്ല. ഇത്ര വലിയ ഗാഫറിന്റെ കുട്ടിയും ജനിക്കണത് മുസ്ലിമായിട്ട്. പിന്നെ അയാൾ തെരഞ്ഞെടുക്കണം വഴി. അപ്പൊ ഇത് വേറൊരു സമുദായത്തിൽ ജനിച്ച ഒരാൾ ഇസ്ലാമിനെ തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ നമ്മളെ സമുദായത്തിൽ ജനിച്ച ആള് ഇത് തെരഞ്ഞെടുക്കുന്നുണ്ടോ എന്നാണ് നമ്മളെ സംശയം. അപ്പൊ തെരഞ്ഞെടുക്കാതെ വളരെ താവഴിയായിട്ട് പാപ്പാന്റെ ഉമ്മാന്റെ മോനായിട്ട് കിട്ടുന്ന ഒരു സ്ഥാനം അല്ല ഇത് എന്നാണ് ഖുർആന്റെ ആവർത്തിച്ചിട്ടുള്ള അധ്യാപനം. അഹ്ലു കിതാബിനെ കുറിച്ച് പറഞ്ഞിടത്തൊക്കെ അതാണ് പറഞ്ഞത്. നിങ്ങൾ പാരമ്പര്യം പറഞ്ഞ് നടക്കുകയാണ്. യഥാർത്ഥത്തില് ഈ പാരമ്പര്യത്തിൽ കിട്ടണ അല്ല ഇത്. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഈ വഴി തെരഞ്ഞെടുക്കണം. അപ്പോ മറ്റൊരു തെരഞ്ഞെടുക്കുന്നതിനേക്കാളും എളുപ്പം ഉണ്ടാവും നമുക്കൊരു അനുകൂല സാഹചര്യം അൽഹംദുലില്ലാ ഉണ്ട്. നമ്മളറിയാണ്ട് അത് നമുക്ക് തന്നൊരു സാഹചര്യമാണ്. നമ്മളെ വീടും ചുറ്റുപാടും പരിസരവും മറ്റുള്ളതൊന്നും തന്നെ വേർപെടുത്താതെ നമുക്ക് ഇതിൽ നിൽക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് വലിയൊരു എന്തോ നമ്മളങ്ങനെ തെരഞ്ഞെടുത്തത്. അള്ളാന്റെ യുക്തിയൊക്കെ ഉണ്ടോ നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ. മറ്റുള്ളവരെന്ത് ചെയ്യണമെന്ന് അറിയോ? അവരുടെ ജീവിത പരിസരത്ത് നിന്ന് മാറണം. ഇപ്പോഴത്തെ കാലത്ത് ആ മാറ്റം വളരെ ദുഷ്കരമാണ്. പക്ഷെ ആ ദുഷ്കരമായത് പോലും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആദർശമാറ്റം എന്ന പോയിന്റിലല്ല, പിന്നെയോ ജാതി മാറ്റം എന്ന പോയിന്റിലാണ്. അപ്പൊ ഇവിടുത്തെ ജാതി വ്യവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഒരാൾക്ക് ആദർശമാറ്റം ഉണ്ടാകുന്നതിന്റെ വലിയ തടസ്സം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളോട് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ നന്മയിലേക്ക് ക്ഷണിക്കുന്ന കൂട്ടരാവണം. നന്മയിലേക്ക് ക്ഷണിക്കുന്ന കൂട്ടരാവണമെങ്കിൽ എന്ത് വേണം? നമ്മളിൽ നന്മ വേണം. നമ്മളിൽ നന്മയില്ലാതെ നന്മയിലേക്ക് നമ്മൾ ക്ഷണിക്കാൻ മെനക്കെട്ടാൽ അതിന് ഫലവും ഉണ്ടാവൂല, അത് സ്വീകരിക്കപ്പെടുകയും ഇല്ല. അല്ലേ? നമ്മളിപ്പോ നന്മയിലേക്ക് ക്ഷണിക്കുന്നു, നമ്മളെത്തെ നന്മയൊന്നും കാണുന്നില്ലെങ്കിൽ അതാരെങ്കിലും സ്വീകരിക്കുമോ? അതിനെന്തെങ്കിലും വിലയുണ്ടോ? അപ്പൊ അമ്പിയാ മുർസലീങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിലുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്നായിരുന്നു. അപ്പൊ ഒരു സമ്പൂർണ്ണ ജീവിത വ്യവസ്ഥയും ഒന്നും അല്ലെങ്കിലും ഗാന്ധി പറഞ്ഞത് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. അദ്ദേഹം പറഞ്ഞതൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായി. പറയേണ്ടതെല്ലാം പറഞ്ഞോ ഇല്ല എന്നുള്ളത് വേറെ ചർച്ചയാണ്. പക്ഷേ അതൊരു ക്വാളിറ്റിയാണ് ശരിക്കും പറഞ്ഞു. ആ ക്വാളിറ്റി നമ്മൾ നിലനിർത്തിയാൽ നമ്മൾ ഖൈറു ഉമ്മത്താവും. അപ്പോഴാണ് കുൻതും ഖൈറ ഉമ്മ, നിങ്ങളൊരു ഉത്തമമായ സമൂഹമാകുന്നു. അവിടെയും പറയുന്നത് എന്താണ്? തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ നേരത്തെ ആയത്തിൽ പറഞ്ഞു വഅ്തസിമൂ ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ, നിങ്ങൾ അള്ളാഹുവിന്റെ കയറിനെ, അള്ളാഹുവിന്റെ കയർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അർത്ഥം പറഞ്ഞത്? ഖുർആനാണ്. അള്ളാഹുവിന്റെ കയറിനെ നിങ്ങൾ മുറുകെ പിടിക്കുക, ഭിന്നിച്ചു പോകരുത്. അള്ളാഹുവിന്റെ കയറിനെ മുറുകെ പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ യോജിക്കേണ്ടത് എന്നാണ്. അങ്ങനെ യോജിക്കുന്ന ആളുകളെ നിങ്ങൾ ഒരു ഉത്തമ സമൂഹമായി മാറണം. നിങ്ങൾ നല്ലതിലേക്ക് ക്ഷണിക്കുന്നവരാകണം. നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. ഇതെല്ലാവരും ചെയ്യേണ്ട പണിയാണ്. പക്ഷേ എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ എഴുത്തുകാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുസ്തകങ്ങൾ രചിക്കാം, ഗ്രന്ഥരചനയിലൂടെ ഈ പണിയെടുക്കാൻ പറ്റും. നമ്മളെല്ലാവരും ബുക്ക് എഴുതാൻ നോക്കി നടക്കുമോ? പ്രഭാഷകർക്ക് പ്രഭാഷണത്തിലൂടെ അത് നടക്കും. എല്ലാവർക്കും പ്രസംഗിക്കാൻ പറ്റുമോ? സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് അത് സാധിക്കും. പക്ഷെ എല്ലാവർക്കും അത് കഴിയില്ല. ചില ആളുകൾ വെറുതെ ഇങ്ങനെ നല്ല നാടൻ വർത്താനം പറഞ്ഞാൽ തന്നെ അവരിൽ നിന്ന് മറ്റുള്ള ആളുകളിൽ വമ്പിച്ച മാറ്റം ഉണ്ടാവും.
ആളുകളുടെ മനസ്സിനെ സ്വാധീനിക്കും വിധം വ്യക്തി സംഭാഷണങ്ങൾ നടത്താനുള്ള അസാമാന്യ കഴിവുകളുള്ള ആളുകൾ. അസാമാന്യമൊന്നുമില്ലെങ്കിൽ ചെറിയ ചെറിയ കഴിവുള്ളവരാണ് നമ്മൾ പല പ്രശ്നത്തിനും പറഞ്ഞേക്കുക, മൂപ്പരെ കൊണ്ട് സംസാരിപ്പിക്കുക എന്ന് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ മൂപ്പര് ആവുമ്പോ അതൊരു ചില ആൾക്കാർ സംസാരിക്കാൻ പോയാൽ എന്താവും, ഉള്ള പ്രശ്നം അപ്പൊ അതൊക്കെ കഴിവുകളാണ്. അപ്പൊ ഓരോരുത്തർക്കും എന്ത് കഴിവാണോ ഉള്ളത്. ചില ആൾക്ക് പൈസ കൊടുക്കാൻ പറ്റും, ഇത്തരം ദീനീ സംരംഭങ്ങളെ സഹായിക്കാൻ പറ്റും, അപ്പൊ അവരത് ചെയ്യാം. ചില ആൾക്കാരെ ഇപ്പൊ നിങ്ങൾക്ക് ഒരാൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയൂലെങ്കിൽ ഒരാളും കൂടി കൊണ്ടുവന്നാൽ പോരെ. ബോധപൂർവം തീരുമാനിക്കുക ഇന്ന ആളെ നമ്മൾ ക്ലാസ്സിൽ എത്തിക്കണം. അപ്പൊ ആ ആൾക്ക് അയാളെ പണി കഴിഞ്ഞ് ഇവിടെ എത്തിച്ചാ മതി. അപ്പൊ ഇവിടെ എത്തിച്ച് പിന്നെ അയാള് തുടർച്ചയായിട്ട് വന്നാൽ അയാൾക്ക് അതിന്റെ മാറ്റം ഉണ്ടാവും. അപ്പൊ എല്ലാവർക്കും ക്ലാസ് എടുക്കാൻ കഴിയില്ല. അപ്പൊ ക്ലാസ് എടുക്കാൻ കഴിയുന്ന ക്ലാസ് എടുക്കുക. അപ്പൊ അതിന്റെ സംവിധാനം ഒരുക്കേണ്ട ഒരു സംവിധാനം ഒരുക്കുക. ഇങ്ങനെ നന്മയിലേക്ക് ക്ഷണിക്കാൻ എന്താണോ വഴി, ആ വഴിയിൽ നമ്മൾ എല്ലാ ദിവസവും എല്ലാ നേരവും വ്യാപൃതരായിരിക്കണം, എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കണം. കുട്ടികളെ പോലെ ആവണം നമ്മൾ. കുട്ടികൾ നിഷ്കളങ്കരാണല്ലോ, അതുകൊണ്ട് അവരെപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും. നമ്മൾ വേറെ കുട്ടികളാരും വെറുതെ ഇരിക്കാണ്ട്, നിങ്ങൾ ഈ മൊബൈൽ ഇല്ലെങ്കിൽ മൊബൈലുള്ളവർ കൂടി അതും നിന്നു. പക്ഷെ കുട്ടിക്ക് നിൽക്കാൻ കഴിയില്ലല്ലോ. കുട്ടികൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ട് അടങ്ങിയിരിക്കടാ എന്നല്ലേ നമ്മൾ പറയേണ്ടി വരുള്ളൂ. എന്തെങ്കിലും ഒന്ന് ചെയ്യടാ എന്ന് പറയേണ്ടി വന്നത് ഈ മൊബൈൽ വന്നതിന് ശേഷം. അപ്പൊ അങ്ങനെ ചലിച്ചു. ഈ ചലനാത്മകതയാണ് മനുഷ്യപ്രകൃതം എന്ന് പറയുന്നത്. ചലനാത്മകതയാണ്. നിങ്ങള് കുറച്ചു കാലം കൈക്കോ കാലിനോ എല്ലൊടിഞ്ഞിട്ടോ പരിക്ക് പറ്റിയിട്ടോ കയ്യോ കാലോ അനക്കാണ്ട് വെച്ച് വിചാരിക്കുക, പിന്നെ അത് അങ്ങനെ തന്നെ ആ ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഏത് അവയവവും അത് എത്രത്തോളം ചലിക്കുന്നോ അത്രത്തോളം അത് എന്താവും, അതിന്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നടക്കും. അതുകൊണ്ടാണ് നടക്കണം എന്നാലേ കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന് പറയുന്നത്. അപ്പൊ കുനിഞ്ഞെടുക്കാത്തവന് പിന്നെ കുനിഞ്ഞെടുക്കാൻ കഴിയില്ല. നിസ്കാരം കസേരയിൽ വെച്ചിട്ട് അനിവാര്യ സാഹചര്യത്തിലാവാം, പക്ഷെ ഏതോ അത്ര അനിവാര്യമില്ലാത്തൊരു സാഹചര്യത്തിലും ഈ കസേരയിൽ ഇരുന്നാ പിന്നെ കസേരയിൽ തന്നെ ഇരിക്കേണ്ടി വരും. കാരണം എന്താണ്? കുനിയലും നൂറിലും ഇല്ല. നമ്മളിൽ പല ആളുകൾക്കും ഇന്ത്യൻ ക്ലോസറ്റ് ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാ ഇങ്ങനെ മടങ്ങണ സിസ്റ്റം പോയി. ആരും മുമ്പിൽ മുട്ട് നടക്കൂല. അതൊരു നിലപാടാണ്. അപ്പൊ ഈ മുട്ട് പിന്നെ മടങ്ങൂല. അപ്പൊ ചലനം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അപ്പൊ മുഅ്മിനീങ്ങളോട് അള്ളാഹു പറയാണ്, നിങ്ങളുടെ ഈ ചലനശേഷിയെ നല്ലതിലേക്ക് ക്ഷണിക്കാനാണ്, സംഘടനാ പക്ഷപാതിത്വത്തിലേക്കല്ല, സങ്കുചിതത്വത്തിലേക്കല്ല, സാമുദായികതയിലേക്കല്ല, നിങ്ങളുടെ തന്നിഷ്ടത്തിലേക്കല്ല, അങ്ങനെ ഒന്നുമല്ല. അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ച കുറെ വേണ്ടാധീനങ്ങൾ ഉണ്ട്. ഇപ്പോ പിന്നെ ഒരു നാടിനോടുള്ള സ്നേഹം ഒരു അപകടകരമായ ദേശീയതയായിട്ട് മാറുക. കോടിക്കാര് എന്താ പാലം കടന്ന് അപ്പുറത്തുള്ള വേറെ എന്തോ സാധനം ഒന്നും ചെല്ലോ, എന്താ ഉള്ളത്? എന്തുണ്ടോ? നമ്മൾ ജനിച്ച നാടിനോടൊരു സ്നേഹം ഉണ്ടാവും, അത് മനുഷ്യ സഹജമാണ്. അതൊരു പൂച്ചക്ക് വരെ ഉണ്ടാവും. ആ നാടിനും അല്ലേ ഒരു പ്രത്യേകത ഉണ്ടാവും. വേറെ ഇടം കൊണ്ടിട്ട് അതിനൊരു ഇടങ്ങേറാണ്. പക്ഷേ അതിനപ്പുറം ഇവിടെ ഉള്ളവരല്ലാത്തവരെല്ലാം മോശം, നമ്മളെ ശത്രു, ഇതൊക്കെ എന്നിട്ട് അതിലേക്ക് ഉള്ള അതിന്റെ പോരിശ ഇങ്ങനല്ല. നിങ്ങൾ ക്ഷണിക്കേണ്ടത് ഇലൽ ഖൈർ, നല്ലതിലേക്ക്. നല്ലതാരാ തീരുമാനിക്കുക? അതും പ്രശ്നം. നല്ലതാരാ തീരുമാനിക്കുക? ആളുകൾ ചോദിക്കാറുണ്ട്, നല്ല വഴിയിൽ ജീവിച്ചാ പോരേന്ന്. ചില മതനിഷേധികളും നാസ്തികരും ഒക്കെ ആയ ആളുകള് ചിലർ അറിഞ്ഞുകൂടായിട്ട് ചോദിക്കുന്നതാണ്, ചിലർ അറിഞ്ഞിട്ട് ചോദിക്കുന്നതാണ്.
എന്തിനാണ് ഈ മതവും നിയമവും? അത് നമുക്ക് നല്ലോണം ജീവിച്ചാ പോരെ? നല്ലതാരാ തീരുമാനിക്കുക? നമ്മളെ ഗുരു തന്നെ പറഞ്ഞില്ലേ, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. മനുഷ്യൻ എങ്ങനെ നന്നാവുക? മനുഷ്യൻ നന്നാവണ്ടേ? നല്ലതാരാ തീരുമാനിക്കുക? നമ്മൾ തന്നെ തീരുമാനിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് രാവിലെ എനിക്ക് തോന്നി നല്ലതായിരിക്കുമല്ലോ വൈകുന്നേരം എനിക്ക് നല്ലത്. മാറൂലേ? മാറൂലേ? എന്തെല്ലാം മാറി? ഒരുപാട് സംഗതി മാറി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പിന്നെ കുറച്ചു കാലം മുമ്പ് നമ്മളിലൊക്കെ ഭയങ്കര ഭീതി പടർത്തിയ ഒരു സൂക്കേടായിരുന്നു എയ്ഡ്സ്. ഇത്രത്തോളം ആൾക്കാർ എയ്ഡ്സ് കേരളത്തിൽ ഇത്ര ആളാവുന്നു, അങ്ങനെ ആവുന്നു, ഇങ്ങനെ ആവുന്നു. അതിന്റെ ഭയങ്കര സംഭവമായിരുന്നു. ഇപ്പൊ എവിടെ പോയി? എല്ലാരും നന്നായോ? എന്താ വെച്ച്? എയ്ഡ്സ് എന്ന് പറയുന്ന സാധനത്തിന് കട്ട് ചെയ്തു. നമ്മുടെ ചുറ്റിലുള്ള എയ്ഡ്സ് രോഗികളാണെന്ന് ഇപ്പൊ നമ്മൾ അറിയണില്ല. അതുകൊണ്ട് നമ്മൾ അവരുടെ കൂടെ ബസ്സിൽ യാത്ര ചെയ്യുന്നു, അവരുടെ കൂടെ ഹോട്ടലിൽ ഇരിക്കുന്നു, അവരുടെ കൂടെ ജോലി ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ പറയും ഓൻ എന്തല്ലോ സൂക്കേടാ, പല ജാതി സൂക്കേടാ, ഒന്ന് മാറിയ പിന്നെ പ്രതിരോധ ശേഷി ഇല്ല, HIV ആണ്. പക്ഷെ ഇപ്പൊ പറയാത്തോണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഭീതിയില്ല, ഒരു പ്രശ്നമില്ല, ഒരു സംഗതിയുമില്ല. എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇത്രയൊക്കെ ഇതുള്ളൂ. അപ്പൊ നേരത്തെ ഭയങ്കരമായ ഭീതി പരത്തി പേടിച്ച് ഒരാൾക്ക് എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാരും എന്താക്കിയായിരുന്നു? ആക്ഷേപിക്കുകയായിരുന്നു. ഇല്ലേ? ഓൻ അല്ലെങ്കിലും ഇങ്ങനത്തെ എന്നൊക്കെ പറയായിരുന്നു. ഇപ്പൊ അങ്ങനത്തെ ഒരു വേജാറുമില്ല. അല്ലെങ്കിലും ഈ രോഗപ്പകർച്ചയെ കുറിച്ച് നമ്മളെ ഭീതിപ്പെടുത്തുന്നതിന്റെ അവസ്ഥ അങ്ങനെ തന്നെ ആണോ എന്ന് നമ്മൾ വേറെ പരിശോധിക്കണം. നിങ്ങൾ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരായിരിക്കും പൊതുവിൽ. പെണ്ണുങ്ങൾ കുറച്ച് കുറയോ ഇതില്? ആണുങ്ങള് കുറച്ച് പെണ്ണുങ്ങളെക്കാൾ താരതമ്യേന കൂടും. വെറുതെ ഒരു ചായെങ്കിലും പോയി കുടിക്കും. അവിടെ ഗ്ലാസ് നിങ്ങൾ ആരെയും കണ്ടുകണോ? നമ്മള് വെള്ളം ഇങ്ങനെ വെച്ച് കുടിക്കുന്ന ഈ ഗ്ലാസ് ഇല്ലേ, ഈ ഗ്ലാസ് ഒരു പാത്രത്തിൽ വെള്ളം ഉണ്ടാവും, അതില് ഒന്ന് മുക്കി കിടക്കുക ചെയ്യാ. ശരിക്ക് നമ്മളെ ഇരിക്കുന്ന ടേബിളിൽ ഇരുന്ന ഒരാള് കുടിച്ച വെള്ളത്തിന്റെ ഗ്ലാസ് കഴുകാതെ നമ്മക്ക് അതിൽ തന്നെ വെള്ളം ഒഴിച്ച് തന്നിരുന്നെങ്കിൽ അയാളെ തുപ്പലേ അതിലുണ്ടാവുള്ളൂ. ഇതിൽ കൊണ്ടുപോയി മുക്കുമ്പോ നാട്ടുകാരെ മൊത്തം തുപ്പൽ എന്താവാണ്? ഇതിലാവുകയാണ്. എന്നിട്ടിപ്പൊ നമ്മക്കാർക്കും എന്തോ പറ്റിയോ? ഞാൻ അതിലേക്കാ പറയുന്നത്. ഞാൻ ഇതിനെ ആക്ഷേപിക്കാനല്ല പറയുന്നത്. ആ ആ ആ ആ കൊണ്ടുപോയി ചെയ്യിക്കുന്നത്. അപ്പൊ ഇതൊക്കെ എന്താണെന്നറിയോ? ഞാൻ വിചാരിച്ച ആരും ഹോട്ടലിൽ കയറാണ്ടിരിക്കുകയോ ഏതെങ്കിലും ഹോട്ടലിലെ കച്ചവടം ഇക്കാരണത്താൽ ഒഴിവാകുകയോ ചെയ്താൽ ഞാൻ ഉത്തരവാദിയായിരിക്കുന്നല്ല. നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ്. ഇതൊക്കെ ഒരു നാട്ടുനടപ്പ് പറഞ്ഞു. എന്നിട്ട് ഇയാള് പൊരേര് വന്നിട്ട് ഉമ്മ കുടിച്ച ഗ്ലാസ് കൈയിട്ടാണ് വെള്ളം കുടിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ജീവിതത്തിൽ ഒരു വൈരുദ്ധ്യം ഇത്രത്തോളം. ഗ്ലാസ് കൂടെ എടുത്തോണ്ട, ഉമ്മ ചായ കുടിച്ചുകൊണ്ടിരിക്കണം, വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അതിൻ്റെ അകത്ത് തന്നെ വെള്ളം കുടിച്ചാൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കൊന്നുമില്ല. പക്ഷെ വേറെ ഗ്ലാസ് കൈ കൊണ്ടുവരണം. ഈ കഴുകണ ആളാണ് ഹോട്ടലിൽ പോയിട്ട് എന്താക്കിയത്? ഇത് ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഒരു കാഴ്ചപ്പാടിന്റെയും പൊതുബോധത്തിന്റെയും പ്രശ്നമാണ്. അതിന്റെ കൂട്ടത്തിൽ ചേർത്ത് ഞാൻ പറയട്ടെ, എന്നെ കൊണ്ട് കഴിയോ നാട്ടിൽ നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും നല്ലതിലേക്ക് ക്ഷണിക്കാനും എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും സാധ്യമാണ്. നമ്മുടേതായ അളവിൽ സാധ്യമാണ്, വ്യത്യസ്തമായ രീതിയിൽ സാധ്യമാണ്. അതിന് പരിശ്രമിക്കണം എന്ന് റബ്ബ് പറഞ്ഞതാണ്. 105-ാമത്തെ ആയത്ത് കുറച്ചും കൂടി നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന, സ്വാധീനിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അത് പറയാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ.
ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. അള്ളാഹു അവരുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ടീച്ചറുടെ പേരക്കുട്ടി ഒരു അപകടത്തിൽപ്പെട്ടിട്ട് ഹോസ്പിറ്റലിലാണ്, സർജറി ഉണ്ട് എന്ന് പറഞ്ഞു. അള്ളാഹു അത് വിജയിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ, രോഗം ശിഫയായി കൊടുക്കുമാറാകട്ടെ. എല്ലാ നിലക്കും അള്ളാഹു ആഫിയത്തും ഖൈറും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. നമ്മുടെ രോഗികൾ അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.